ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് അതിനൊരു പാത്രത്തിലേക്ക് 1.5 പീസോളം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വലിയ ഗ്ലാസ്സിലേക്കുള്ള പായസമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു വെക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇത് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് അതിന് ശേഷം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റ് അവിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിന് ഉണ്ടാവും. ഇപ്പോൾ ഏതാ തേങ്ങയും ഏലക്കായലും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് 3 ടേബിൾ സ്പൂണോളം അവിലിട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുറുകി അവിലൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുക്കുമ്പോൾ വൈറ്റ് അവിലാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പം നമ്മളിത് വെക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി വരിക കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട കെട്ടിയ പോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി അവിൽ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റേ വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.